ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പോലെ ഞാൻ നായകർ റിവ്യൂ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. കാരണം ഇന്നലെ ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷെ അഫ്കോഴ്സ് ഇന്നലത്തെ നമ്മുടെ തിരക്കൊന്നും കാരണം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടതാണ്. പിന്നെ ഇന്ന് വീഡിയോ ഇടാന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം 2 വീഡിയോ ആകും. ഓരോ ദിവസം തള്ളി നീക്കണ്ട വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജനനായക റിവ്യൂ ആണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആസ് എ മൂവി ആ പടം ഒരു ഫെയിലിയർ മൂവി തന്നെയാണ്. രണ്ടാമത് ഭഗവത് കേസരിയുടെ റീമേക്കാണ്. ആ ഭഗവത് കേസരിയുടെ റീമേക്ക് എനിക്ക് തോന്നുന്നു അതൊരു തെലുങ്കു രീതിയിലുള്ള സിനിമയാണ്. പിന്നെ പോരാതെ ഞാൻ കണ്ട പടമാണ് ഭഗവത് കേസരി പടം. ഇതിപ്പോൾ ജനനായകൻ ലീക്കായി ഞാൻ ജനനായകൻ കണ്ടിട്ടില്ല. ബട്ട് ഭഗവത് കേസരിയുടെ ഏകദേശം ഡിറ്റോ സിനിമ തന്നെയാണ് ജനനായകൻ. അതിൽ കുറച്ച് പൊളിറ്റിക്സ് കുത്തിക്കയറ്റി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. അഫ്കോഴ്സ് രസമുണ്ട്. നമുക്ക് അഫ്കോഴ്സ് റിച്ച് ഫ്രെയിമുകളൊക്കെ കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് മേക്കിങ്ങിൽ. പക്ഷേ ഡയറക്ഷനിൽ സ്ക്രീൻ പ്ലേയിലും പാടി. കാരണം സ്ക്രിപ്റ്റ് ഇത്തിരി വീക്ക് സ്ക്രിപ്റ്റാണ്. ഒന്നാമത് ആ സ്ക്രിപ്റ്റ് അത്ര ഗംഭീര സ്ക്രിപ്റ്റ് അല്ല. അത് ബാലയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഡാക്കു മഹാരാജ് മുമ്പ് ഒരു നല്ല സിനിമ എന്ന് പറയാൻ അഫ്കോഴ്സ് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഭഗവത് കേസരി. പക്ഷേ വിജയ് സാറിൻ്റെ ഇതിലൊക്കെ നമ്മൾ എത്രത്തോളം സിനിമകൾ കത്തി മേഴ്സിലൊക്കെ കണ്ടുവരുന്ന നമുക്ക് ഭഗവത് കേസരി എന്ന് പറയുന്നത് അത്ര നമുക്ക് എന്താ പറയുക ഒരു വിജയ് സാർ സിനിമ എന്ന് പറഞ്ഞ് രസം ഉണ്ടാവില്ല. ബട്ട് അഫ്കോഴ്സ് നമുക്ക് വേറെ രീതിയിൽ ഞാൻ കാണാൻ പോയ രീതിയുണ്ട്. ഞാൻ CM എന്ന് പറയുന്ന രീതിയിൽ CM വിജയുടെ സിനിമ കാണാനാണ് ഞാൻ പോയത്. അങ്ങനെ കാണുമ്പോൾ എനിക്ക് അഫ്കോഴ്സ് ലാസ്റ്റ് സിനിമയാണ്. അപ്പോൾ കുറച്ചുകൂടി ഇമോഷൻസ് വർക്കായി അവരിൽ മ്യൂസിക്കായി പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് എന്ന് പറയുന്ന ഇതൊരു ലാസ്റ്റ് ഡാൻസ് അതാണല്ലോ സിനിമ. അപ്പം ആ സിനിമ എന്നുള്ള ഫോർമാറ്റിൽ കാണുമ്പോൾ എനിക്ക് ഈ പടം വർക്കായിട്ടുണ്ട്. അതിൻ്റെ ഓഫ് കോഴ്സ് ലാഗ് ഉണ്ട്. നമുക്ക് ഓരോ ഇഷ്ടമില്ലാത്ത കുറേ സീൻസുകളുണ്ട്, ആവശ്യമില്ലാത്ത സീൻസുകളുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾ വർക്കായി. ഇപ്പോൾ പൊളിറ്റിക്കലി കുറേ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ. പിന്നെ വിജയുടെ ലാസ്റ്റത്തെ ഡാൻസുകൾ, മറ്റെന്താ പറയുക ഫൈറ്റ് ആക്ഷൻസ്, നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് എൻജോയ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ മൈൻഡിലാണ് നമ്മൾ ഇരുന്ന് സിനിമ കണ്ടായിരുന്നത്. നമുക്ക് ഓഫ് കോഴ്സ് പല സീൻസ് വർക്കായില്ലെങ്കിലും കുറേ സീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ സിനിമയിൽ നോക്കി അങ്ങനെ കാണുന്നവർക്ക് ഈ സിനിമ വർക്കാവും. അല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സിനിമ കാണാൻ നല്ലൊരു സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ നിങ്ങൾക്ക് വർക്കാവുമെന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും എന്താ പറയുക വിജയുടെ ലാസ്റ്റ് സിനിമ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു എന്താ പറയുക ഇനിയും സിനിമകൾ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച വിജയ് സാറിൻ്റെ ലാസ്റ്റ് സിനിമ CM വിജയ് സാറിൻ്റെ സിനിമ. ആ സിനിമയുടെ ഇതെന്ന് പറഞ്ഞിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്കാവാൻ സാധ്യതയുണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ ഒരു സിനിമ പ്രേമി അല്ലെങ്കിൽ ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് സിനിമ വർക്കാവാൻ സാധ്യതയില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതിൻ്റെ പാറ്റേൺ വേറെയാണ്, ഇതിൻ്റെ രീതികൾ വേറെയാണ്. ഇതെല്ലാം ജസ്റ്റ് എന്താ പറയുക അറിയാലോ, ഇലക്ഷന് മുമ്പ് ഇറങ്ങേണ്ട സിനിമയാണ്. അപ്പം ഇറങ്ങാതെ ഇപ്പം ഇറങ്ങിയത് ഓഫ്കോഴ്സ് നമുക്കറിയാലോ. സിനിമ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് അപ്പം ഇറങ്ങാൻ പറ്റാത്തൊരു സിനിമ തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കറൻ്റ് ഉള്ള എന്താ പറയുക പല പൊളിറ്റിക്കൽ പാർട്ടീസിനെതിരെ അപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വിജയ് സാറിനോട് അപ്പം ഉണ്ടായിരുന്ന കറൻ്റിലുള്ള പാർട്ടീസിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പം അത് എനിക്ക് തോന്നുന്നു വിജയ് സാറിൻ്റെ CM ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഓഫ്കോഴ്സ് ഇതൊക്കെയാണ് സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിജയ് സാറിൻ്റെ ലാസ്റ്റ് സിനിമ വിജയ് സാറിൻ്റെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ. കാരണം എൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിജയ് സാറിൻ്റെ ഇത്. ഞാൻ ലിയോ ഫാൻ ഷോ പോയിട്ടുള്ള ആളാണ്. ലിയോ ഫാനാണ് ഞാൻ. ഫാൻസ് അസോസിയേഷനിലൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു ഫാനാണ്. അന്ന് ഞാൻ ഫാൻ ഷോയ്ക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടിയ ടീഷർട്ടാണ് അത്. അപ്പോൾ ഞാൻ വിജയ് സാറിൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് വിജയ് സാറിൻ്റെ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം എൻ്റെ ലാസ്റ്റ് ഡാൻസ് എന്താ പറയുക എൻ്റെ അല്ല വിജയ് സാറിൻ്റെ ലാസ്റ്റ് ഡാൻസ്, വിജയ് സാറിൻ്റെ ലാസ്റ്റ് മൂവി, മറ്റേ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ടൈറ്റിൽ കാർഡ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആൻഡ് ഐ തിങ്ക് എനിക്ക് വർക്കായി. എനിക്ക് വർക്കാവാൻ കാരണമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ ടാഗൻ തിയേറ്ററിലാണ് കണ്ടത്. അവിടെ എല്ലാ ഇമോഷൻസും എന്താ പറയുക എല്ലാ ആൾക്കാരും ഓഡിയൻസൊക്കെ അത്രയും സ്ട്രോങ് ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫുൾ പാക്ക്ഡ് തിയേറ്ററിൽ വിജയ് സാറിൻ്റെ ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക നഷ്ടബോധം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം എനിക്ക് പൈസ പോയ പോലെ ഒന്നും തോന്നിയില്ല. ബട്ട് ആസ് എ സിനിമ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നും. ബട്ട്
നമ്മൾ കൊടുക്കുന്ന കാശ് നമുക്ക് വേണം തീരുമാനിക്കാൻ, നമ്മൾ എന്ത് വേണം, അത് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടണം എന്നുള്ളത്. ഞാൻ ഇന്ന് ഈ സിനിമ കാണാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പർപ്പസ് എന്തായാലും ഈ സിനിമ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് റിവ്യൂ, ജനനായക റിവ്യൂ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാം, കാണണ്ടെന്ന് ഞാൻ പറയില്ല, കാണണമെന്ന് ഞാൻ പറയില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം, പോകണമെങ്കിൽ പോകണ്ട. അപ്പോൾ ശരി, ഓക്കെ, ബൈ.